ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന ശരണി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. മോള് പേടിക്കൊന്നും വേണ്ട, മോളുടെ കൂടെ ഞാനുണ്ട്. മോൾ ഒരിക്കലും തോറ്റു പോയിട്ടില്ല. മോൾ തോറ്റുപോയത് ഇപ്പം ജയിലിൽ കിടക്കുന്ന പ്രതികളാണ്. അവന്മാർക്ക് ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങാനോ അവന്മാർക്ക് പഠിക്കാനോ അവന്മാരുടെ ഭാവി അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിലൊന്നും അവന്മാർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ മോള് വിചാരിക്കുകയാണെങ്കിൽ മോക്ക് എന്തും തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. മോള് തളർന്നിട്ടില്ല. മോൾ ആരുടെയും സഹതാപം പിടിച്ചു പറ്റേണ്ട ആളൊന്നും അല്ല. ആരുടെയും സഹതാപവും പിടിച്ച് പറ്റേണ്ട ആവശ്യമില്ല. മോള് തല ഉയർത്തിപ്പിടിച്ച് തന്നെ ഈ സമൂഹത്തിലൂടെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന ഒരുപാട് ആശ്വാസം പകർന്നു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അലീന ഭക്ഷണം എടുത്തുകൊണ്ട് വന്നിട്ട്, അതായത് നമ്മുടെ ശരണയുടെ അമ്മ ഭക്ഷണം എടുത്തുകൊണ്ട് വന്നു. കാരണം ഇന്നലെ വന്നപ്പോഴും നമ്മുടെ ശരണയുടെ അമ്മ ഭക്ഷണം എടുത്തുകൊണ്ട് വന്നു. അലീന വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് കഴിച്ചായിരുന്നല്ലോ. അപ്പം ഭക്ഷണം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇന്നാടാ കഴിക്കടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന അവളെ കൊണ്ട് ഭക്ഷണം, അതായത് ചോറ് കഴിപ്പിക്കുകയാണ്. ഇങ്ങനെ ചോറ് വാരി കൊടുത്തതും പതിയെ പതിയെ വാ പൊളിച്ച് അവള് കഴിക്കുന്നുണ്ട് കേട്ടോ. അലീന വരുമ്പോൾ മാത്രമാണ് ആഹാരം കഴിക്കുന്നത്. വേറെ ആരും അവിടെ പറഞ്ഞിട്ടോ കൊടുത്തിട്ടോ ഒന്നും ആഹാരം കഴിക്കുന്നില്ല. അപ്പൊ വീട്ടുകാർക്ക് തന്നെ ഒരു അതിശയമായി പോവുക. അലീനയുടെ കയ്യിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. ഇവളെ രക്ഷപ്പെടുത്തി ഇവളെ വീണ്ടെടുത്ത് ഇവളെ പുറത്ത് കൊണ്ടുവരാനുള്ള എന്തോ ഒരു മാജിക് ഉണ്ട് അലീനയുടെ കയ്യിൽ നിന്ന് ഇവർക്ക് മനസ്സിലായി കേട്ടോ. അപ്പൊ ഓമനക്കുട്ടൻ ആദ്യം എന്താ പറയാ എതിർത്തല്ലോ. അങ്ങനെ നമ്മുടെ അലീന കൊടുത്ത ആ ചോറ് മുഴുവനും കഴിച്ചു തീർത്തു കേട്ടോ. ശരണി കഴിച്ചു തീർത്തു. ഏതായാലും അച്ഛനും അമ്മയ്ക്കും എന്തോ വലിയ സന്തോഷമായി. ആ കൊച്ചു പട്ടിണി കിടക്കുമായിരുന്നല്ലോ. ഒന്ന് ഉമിനീര് പോലും ഇറക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. മാത്രമല്ല അലീന പറയുന്നുണ്ട്, നീ ഇനി ഇരുട്ടിനെ പേടിക്കാൻ പാടില്ല. ഇരുട്ടിനെ പേടിക്കുന്നത് എന്തിനാണ്? നമ്മള് ഇരുട്ടിനെ അല്ല, വെളിച്ചത്തെ പേടിക്കാൻ പാടില്ല. വെളിച്ചത്തെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മള് സാധാരണ എല്ലാവരും ഇരുട്ടിനെയല്ലേ പേടിക്കുന്നത്. നീ ഇപ്പം വെളിച്ചത്തെ പേടിക്കരുത്. വെളിച്ചം വേണം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഒരിക്കലും ഇരുട്ടിൽ കിടക്കരുത്. നമുക്കൊരു വഴി കാണണമെങ്കിൽ വെളിച്ചമില്ലാതെ വഴി കാണാൻ പറ്റുമോ? നമുക്ക് ഒരു വഴി എവിടെയെങ്കിലും എത്തപ്പെടണമെങ്കിൽ നമുക്ക് രാത്രി ആണെങ്കിൽ പോലും നമ്മൾക്ക് വെളിച്ചം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിന്റെ ഒരു പുതിയ തുടക്കമായത്. അപ്പൊ അതുകൊണ്ട് അതിലേക്കുള്ള വഴി വെളിച്ചത്തിൽ തന്നെ ആയിരിക്കും. അപ്പൊ നീ ഒരിക്കലും ഈ ഇരുട്ടിന്റെ മറവിൽ കിടക്കരുത്. എപ്പോഴും വെളിച്ചം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് ഓർത്തോണം. ഒരു വെട്ടം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട് എന്ന് ഓർത്തോണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നീ കരയുമൊന്നും ചെയ്യരുത്. ഇനി നീ അച്ഛനും അമ്മയ്ക്കും നീ ഒരു ഇതാവരുത്. കാരണം അവർക്ക് നിന്നെ കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് വിഷമമുണ്ട്. ഇത്രയൊക്കെ ഒരു അവസ്ഥയിൽ എത്തി നിന്നിട്ടും നിന്റെ അച്ഛനും അമ്മയും ചേർത്ത് പിടിക്കുന്നില്ലേ? നിനക്ക് നിന്റെ അച്ഛനും അമ്മയില്ലേ? നിന്റെ അനിയന്മാരില്ലേ? അവരെത്ര നന്നായിട്ട് നിന്നെ സ്നേഹിക്കുന്നത്. അവരുടെ ജീവൻ കളഞ്ഞ് നിന്നെ അവർ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയെങ്കിലും നീ ജീവിക്കണ്ടേ? അതുകൊണ്ട് ഒരിക്കലും ഇനി മരണത്തെക്കുറിച്ചും പറയാൻ പാടില്ല. ജീവിക്കുക ചെയ്യേണ്ടത്. ആ ജീവിക്കുന്നതിനുള്ള വെട്ടം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ തോരാതെ ഇങ്ങനെ സംസാരിച്ചു കേട്ടോ. അപ്പൊ ഏകദേശം ആ കൊച്ച് റിക്കവറായി വരുന്നുണ്ട്. എന്തൊക്കെയോ ഒരു വെട്ടം അതിന്റെ മുമ്പിലും കാണുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ശരണയുടെ അമ്മ ഓടിച്ചെന്ന് പുറത്ത് പറയുകയാണ്. അപ്പൊ പുറത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അലീന വന്ന സ്ഥിതിക്ക് അവിടെയുള്ള പരിസരവാസികളൊക്കെ കുറച്ച് അവിടെ നിപ്പുണ്ട്. കാരണം ഈ കോളനിയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു സഹകരണമുണ്ട്. അയൽവക്കമൊക്കെ ആയിട്ട് ഒരു സഹകരണമുണ്ട്. ആ കോളനിയിൽ ഇത്ര ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പൊ ഒരു സഹകരണമുണ്ട്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതുപോലെ അല്ല. കോളനി എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തടുത്ത് വീടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമുള്ള മനുഷ്യരായതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ ചുറ്റുവട്ടത്തെ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഉള്ളവരോടൊക്കെ പറയുന്നുണ്ട്, അയ്യോ ആ കൊച്ചിന് എന്തോ ഒരു അത്ഭുത ശക്തി ഉണ്ട്, എന്തോ ഒരു മാജിക് അതിന്റെ കയ്യിലുണ്ട്, അത് ഉറപ്പാ. അതുകൊണ്ടല്ലേ ഇപ്പം എന്റെ മോൾ ഇങ്ങനെ ആഹാരമൊക്കെ കഴിച്ചത്. അവളുടെ കയ്യിൽ എന്തോ ഒന്നുണ്ട്. അവള് വന്നതുകൊണ്ടാ ഇപ്പൊ അവൾ എണീറ്റതും ആഹാരം കഴിച്ചതും അവള് ചോദിക്കുന്നതിനൊക്കെ മറുപടിയും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും വലിയൊരു അതിശയമായി പോവാ. ഈ പറയുന്ന ഓമനക്കുട്ടൻ ആദ്യം നമ്മളെ അലീനയോട് പറഞ്ഞായിരുന്നല്ലോ, അതും ഇതൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഓമനക്കുട്ടനും എന്താ പറയാ, അലീന ഒരു അത്ഭുതം തന്നെയാണെന്ന് എല്ലാവർക്കും അവിടെ തോന്നുക. അങ്ങനെ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. പ്രതികൾക്ക് മാക്സിമം എത്രമാത്രം ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അവന്മാര് പ്രതികളാണെങ്കിൽ ഉറപ്പായിട്ടും അവന്മാർക്ക് ശിക്ഷ മേടിച്ചു കൊടുത്തിരിക്കും. അതിപ്പോ ഞാൻ അവിടുത്തെ വീട്ടിൽ സർവന്റ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്നെ കാണരുത്. ഒരിക്കലും ഞാൻ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. ഞാൻ ശരണയുടെ കൂടെ ഉണ്ട്. അവളുടെ ഒരു ചേച്ചിയായിട്ടും അവളുടെ അനിയത്തിയായിട്ടും അവളുടെ കൂട്ടുകാരിയായിട്ടും അവളുടെ അമ്മയായിട്ട് വരെ ഞാൻ അവളുടെ കൂടെ കാണും. ഒരിക്കലും ഇനി നമ്മുടെ ശരണ്യ തകർന്നു പോവില്ല.
നിങ്ങളുടെ പഴയ ശരണ്യെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവള് അവിടെ നിന്ന് ഇറങ്ങുന്നത്. വല്ലാത്തൊരു ആശ്വാസ വാക്കുകൾ തന്നെയാ കേട്ടോ അലീന പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ അവർക്കൊരു വല്ലാത്തൊരു ആശ്വാസമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം മറ്റുള്ളവർ വരുമ്പോ കുറെ സഹതാപ വാക്കുകൾ പറഞ്ഞ് ഇവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ ഒരു ബലം കൊടുക്കത്തില്ല. ആരേലും സഹതാപത്തിൽ നോക്കുന്നവർ കാണും, അയ്യോ ആ കൊച്ചിന് അത് പറ്റിയില്ലോ, അയ്യോ ആ കൊച്ചിന് ഇത് പറ്റിയില്ലോ, ആ കൊച്ചിന്റെ ജീവിതം പോയല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് സഹതാപം കാരണം ഇങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ അതുപോലെയല്ല നമ്മുടെ അലീന. അലീന വന്ന് നല്ല ബോൾഡായിട്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഓരോ വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം എന്തോ ഇവർക്കും ഒരു ജീവിതത്തിന്റെ മുന്നിലേക്ക് ഒരു വെട്ടമുണ്ട് എന്നൊരു തോന്നല് ഈ അച്ഛനും അമ്മയ്ക്കും ഈ പറയുന്ന ഓമനക്കുട്ടനൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞ് നേരെ നമ്മുടെ അലീന പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ഷാജിയുടെ അടുത്തേക്കില്ല. അപ്പൊ ഷാജി അങ്ങാണ്ട് ഓട്ടം പോയേക്കായിരുന്നല്ലോ നേരത്തെ. അപ്പൊ ഷാജി വന്നു കേട്ടോ. ഫുഡ് കഴിക്കുന്ന ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ ഷാജി വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അവിടെ ചെന്നിട്ട് അമ്മേന്ന് വിളിക്കുന്നുണ്ട്. അമ്മേന്ന് അങ്ങാണ്ടാ വിളിക്കുന്നത് കേട്ടോ, നമ്മുടെ ഷാജിയുടെ അമ്മേനെ. അപ്പം ഒന്നാമത് ഇവര് കാത്തിരിക്കാണല്ലോ, അലീന ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അലീന കൊണ്ടുവന്ന ആ ഒരു പുതിയ ഡ്രസ്സൊക്കെ ആ കുട്ടി ഇടുന്നുണ്ട്. ഇട്ടിട്ട് വന്നിട്ട് അലീന ചേച്ചി ഇത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ അയ്യോ അടിപൊളിയായിട്ടുണ്ടല്ലോ, എങ്കിലും ചേച്ചിക്ക് ഇത് എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റി? അതെ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാലും അതൊന്ന് ഷേപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഇടുന്നത്. ഷേപ്പ് അടിക്കും, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഞങ്ങൾക്ക് അടിച്ചു തരാറുണ്ട്. പക്ഷെ ഇത് അതുപോലും വേണ്ട, ഇത് കറക്റ്റ് അളവാണല്ലോ എന്ന് പറയുമ്പോൾ അത് എന്റെ കയ്യിൽ നിന്റെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ ഞാനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും അതേ അളവിന് എനിക്ക് കിട്ടിയതാ. അല്ല അത് എന്റെ മെടുക്കൊന്നും അല്ല നിങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ, ചോറായോ, എനിക്ക് ചോറ് കഴിച്ചിട്ട് വേണം പോകാന്ന് പറയുമ്പോൾ എപ്പോഴേ ചോറ് റെഡിയായി, അലീനെ കയറി വാന്ന് പറഞ്ഞ് നമ്മുടെ ഷാജിയും വിളിക്കും. അപ്പൊ ഷാജിച്ചേട്ടൻ ഓട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓട്ടം ഒക്കെ ഉണ്ടായിരുന്നു. അല്ല നീ കുറച്ചുനാളായാലും ഇപ്പൊ ഓഫനേജിലേക്കൊക്കെ പോയിട്ട് ഇപ്പൊ ഒന്നും പോയി അവിടെ സഹായിക്കാറൊന്നും ഇല്ലേ എന്ന് നീ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഉണ്ട്, എല്ലാ മാസമല്ലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ, മാസത്തിലല്ലേ ശമ്പളം കിട്ടുന്നത്, മാത്രമല്ല ഈ മാസം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ശമ്പളം ചോദിച്ചൊന്നുമില്ല, അങ്ങനെ ഞാൻ ശമ്പളം ചോദിച്ചു മേടിക്കാറുമില്ല. എനിക്ക് പിന്നെ കറക്റ്റ് ആയിട്ട് അച്ഛൻ ശമ്പളം തരുന്നു പറയുമ്പോ അച്ഛനോ അത് പിന്നെ ഞാൻ അച്ഛന്നാ വിളിക്കുന്നത്. എന്തിനാ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാല് എനിക്കൊരു അച്ഛനോടൊരു കടപ്പാടുണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ അച്ഛാന്നെ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഈ ബാലചന്ദ്രൻ നല്ല മനുഷ്യനാണെന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. ബാലചന്ദ്രൻ പണ്ട് ആ കൊല്ലപ്പറമ്പിൽ കൈതക്കൽ തറവാട്ടിലെ ഒരു വേലക്കാരന്റെ മകനായിരുന്നെന്നും എങ്ങനെയൊക്കെയോ പണം ഉണ്ടാക്കി അവിടുത്തെ മകളെ കെട്ടിയതാണെന്നൊക്കെ എനിക്കറിയാം. ഏതായാലും മനസാക്ഷിയുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്കറിയാം. ഇവനൊക്കെ ഉണ്ടായി, ഈ പുള്ളിക്കാരൻ എങ്ങനെയാ ഇതുപോലത്തെ ഒരു മകൻ പിറന്നു എന്ന് പറഞ്ഞപ്പം മകൻ പിറന്നതിലോ മകനെ ഉണ്ടാക്കിയതിലോ ഒന്നും അല്ല തെറ്റ്, വളർത്തുന്നതിലാണല്ലോ. നമ്മൾ നല്ല രീതിയിൽ വളർത്തിയാൽ മാത്രമേ മക്കൾ നല്ലതായിട്ട് വളരത്തുള്ളൂ. അത് മാതാപിതാക്കളുടെ അശ്രദ്ധ തന്നെയാണ്. അവരെന്തോ വളർത്തിയപ്പം അങ്ങനെ ആയിപ്പോയി. പിന്നെ ഒരു പ്രായം വരെയല്ലേ മാതാപിതാക്കളുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കൂട്ടുകാരുടെ ഒക്കെ കൂടെ കൂടുമല്ലോ. എന്തോ അങ്ങനെ ആയിപ്പോയി ഒരാള് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ അലീന സംസാരിക്കുന്നുമില്ല. അതായത് കുറ്റം പറയാനോ കുറവ് പറയാനോ ഒന്നും അലീന നിൽക്കുന്നില്ല, കൂടുതൽ സംസാരിക്കുന്നില്ല. അലീനയ്ക്ക് അതിനോട് താല്പര്യമില്ല. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്ര മേനോന് കുറെ ദിവസമായല്ലോ കടയൊക്കെ തുറന്നിട്ട്. ഇപ്പൊ കടയൊക്കെ തുറക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബാലചന്ദ്ര മേനോനെ ഗോവർദ്ധനൻ വിളിച്ചു. അപ്പം ഗോവർദ്ധനൻ വിളിച്ചിട്ട് ഇങ്ങനെ കട അടച്ചിട്ടാൽ മാത്രം പോരല്ലോ, കട തുറക്കണമല്ലോ, ഇപ്പൊ ഒരാഴ്ച ആയില്ലോ ഇങ്ങനെ കട അടച്ചിട്ടിട്ട്. നമ്മുടെ ജീവിതമാർഗം മാത്രമല്ല കടകളിലെ സ്റ്റാഫുകളുടെ ജീവിതമാർഗം കൂടെ നോക്കണം. അവരും പട്ടിണിയും പഞ്ഞമൊക്കെ ആയി പോവില്ലേ, വേറെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ സ്റ്റാഫുകളെ കിട്ടാനും പാടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ വിചാരിച്ചു ശരിയാണല്ലോ, ഇങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കാനോ അതോ അവർക്ക് ശമ്പളം വെറുതെ കൊടുക്കാൻ പറ്റത്തുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ കൃഷ്ണമോളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരുങ്ങിയൊക്കെ ഇറങ്ങുവാണ്. കൃഷ്ണമോളോട് പറയുന്നുണ്ട് അച്ഛൻ പോയിട്ട് വരാന്ന് പറയുമ്പോഴത്തേക്കും അലീന ഇതുവരെ വന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നോളൂ, പേടിക്കൊന്നും വേണ്ടെന്നേ, അവളോട് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ലെന്ന് പറയുമ്പോൾ അതങ്ങനെയാ അലീന ചേച്ചി, അങ്ങനെയാ, നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അച്ഛാ. അലീന ചേച്ചി ചെറുപ്പകാലം മുതലേ ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനവും ഒക്കെ ഇങ്ങനെ കണ്ടു വളർന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് അലീന ചേച്ചി അങ്ങനെ ആയി പോയതാ. അത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു പരിധി വരെ നല്ലതാ, പക്ഷെ അതിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് സഹിക്കാൻ കുറച്ച് പാടാ. ഏതായാലും പിന്നെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പം ദ്രോഹിച്ചവരെക്കാൾ കൂടുതൽ ദ്രോഹിക്കപ്പെട്ടവരെയാ ചേച്ചിക്ക് പരിഗണിക്കാൻ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ അലീനയ്ക്ക് അതാണ് ഇഷ്ടം എന്ന് നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്. മാത്രമല്ല കൃഷ്ണമോള് പറയുന്നുണ്ട് അലീന ചേച്ചി ഇങ്ങ് വരും, അച്ഛൻ പേടിക്കൊന്നും വേണ്ട, അപ്പം അലീന വരുന്ന ഉടനെ തന്നെ എന്നെ വിളിക്കണം കേട്ടോ കൃഷ്ണേ, ഏതായാലും നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം, പിന്നെ അറിയാലോ നിന്റെ ചേച്ചി ബബിതയിൽ ഒരു കണ്ണും വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങാം.
അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ മനു വിളിക്കുകയാണ് കേട്ടോ. അലീനനെ വിളിച്ചിട്ട് കിട്ടിയില്ല അത്രേ. അപ്പൊ അതുകൊണ്ടാന്ന് തോന്നുന്നു മനു നമ്മുടെ കൃഷ്ണമോളെ വിളിക്കുന്നത്. അതോ ഫോൺ കൊണ്ടുപോയില്ലയോ, ഏതായാലും കൃഷ്ണമോളെയാ വിളിക്കുന്നത്. അപ്പം കൃഷ്ണമോളെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കാണ്. അപ്പൊ അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ കട തുറക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്ങാണ്ട് പോയതാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ബാക്കി എല്ലാവരും എന്ത് ചെയ്യേ, അലീനയും ബബിതയൊക്കെ എന്തെന്ന് വെച്ചപ്പോ അലീന ചേച്ചി ഇവിടെ ഇല്ലല്ലോ, അലീന ചേച്ചി ശരണി ചേച്ചിയുടെ വീട്ടിൽ പോയതാ. ശരണി ചേച്ചിയോ? ആ അതെ, അന്ന് റേപ്പ് ചെയ്ത ആ ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ വീട്ടിൽ പോയതാ. അവളുടെ വീട്ടിൽ വീണ്ടും പോയോ? ഇവക്ക് എന്തിന്റെ കേടാ ഇത്? ഇവളോട് ആരാ പറഞ്ഞ അങ്ങോട്ടേക്ക് പോകാനായിട്ട്? ഓ, അത് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മനുവേട്ടാ, പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? മാത്രല്ല ആ ശരണ്യ എന്ന് പറയുന്ന ചേച്ചീനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അലീന ചേച്ചിക്ക് പറ്റും എന്നൊരു ഉറപ്പുണ്ട് അലീന ചേച്ചിക്ക്. അതുകൊണ്ട് അലീന ചേച്ചി പോയത്. ആ പെങ്കൊച്ചാണെങ്കിൽ ആഹാരം ഒന്നും കഴിക്കണില്ല, പ്രതികരിക്കണില്ല, ഒരു ഇരുട്ടത്ത് തന്നെയാ കിടക്കണമെന്നൊക്കെ പറയാം. അതിന്റെ അവസ്ഥ ഭയങ്കര കഷ്ടമാ. എന്തൊക്കെ പറഞ്ഞാലും അത്രയ്ക്കും വലിയൊരു ക്രൂരത ഏറ്റതല്ലേ. നമ്മളൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പോയതാ. ഇങ്ങനെയാണല്ലോ അലീന ചേച്ചി, അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞപ്പം ഏതായാലും നീ അവള് വന്ന ഉടനെ വിളിക്കണം, കാരണം ഇത്രയും താമസിക്കുന്നത് എന്താണെന്ന് അറിയണമല്ലോ. അവിടം വരെ പോയിട്ട് ജസ്റ്റ് കണ്ടിട്ടൊന്ന് പോന്നാ മതിയല്ലോ. ഇത്രയും താമസിക്കുന്നത് എന്തിനാണെന്ന് അറിയാം. മാത്രമല്ല ആദ്യം അവിടെ ചെന്നപ്പം വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സൂക്ഷിക്കണം. നീ വന്നില്ലെങ്കിലും എന്നെ വിളിക്കണം, വന്നാലും എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനു ഫോൺ കട്ട് ചെയ്യുന്നത്. മനുവിന് ഒരു പേടിയാണ്, എല്ലാവർക്കും ഒരു പേടിയുണ്ട്. ആദ്യം അവിടെ ചെന്നപ്പോഴത്തെ അനുഭവം അതായിരുന്നല്ലോ. മണ്ണെണ്ണ ഒഴിക്കുകയും നമ്മുടെ അലീനെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് നാട്ടുകാരെപ്പോഴാണ് ഇടയുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ബാലചന്ദ്രന്റെ വീട്ടിലെ സർവന്റ് ആയ ആ ഒരു കണ്ണിക്കൂടെ അല്ലേ എല്ലാവരും കാണത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ ബാലചന്ദ്രൻ നേരെ SIയുടെ അടുത്തേക്ക് പോകും, പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അത് വേറെ ഒന്നിനുമല്ല, അവർക്ക് കട തുറക്കണമെങ്കിൽ, ബാലചന്ദ്രന് കട തുറക്കണമെങ്കിൽ ഈ പോലീസുകാരൊന്ന് ഒരു സംരക്ഷണം കൊടുക്കാതെ, ഒരു പോലീസുകാരനെ അവിടെ കൊണ്ട് നിർത്താതെയോ ഒരു സംരക്ഷണം കൊടുക്കാതെ കട തുറക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു കടയിൽ എന്തെങ്കിലും ചെയ്താലോ അത് പ്രശ്നമാവൂലോ. സാധാരണ ആൾക്കാർ നോക്കി നിൽക്കൂലോ, പ്രതികളുടെ ആണല്ലോ കടയൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ പേടിയായിട്ട് എനിക്ക് ഒരു പോലീസിന്റെ ഇത് വേണം എന്നിങ്ങനെ പറയാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും SI പറഞ്ഞു, ഓ പിന്നെ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ബാലചന്ദ്ര? ഇപ്പൊ പോലീസ് പ്രൊട്ടക്ഷന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവിടെ അടിങ്ങി നിരന്ന് എത്ര കടകളായിരിക്കുന്നത്. ഒരു കടയ്ക്ക് തീ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്താൻ പോകുന്നത് അടിങ്ങി ഇങ്ങനെ ഇരിക്കുന്ന എത്ര കടകളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മാത്രം പോലീസ് പ്രൊട്ടക്ഷൻ തരുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങള് പ്രതിയുടെ അച്ഛനല്ലേ, പ്രതിയുടെ അച്ഛനൊന്നും ഇവിടെ നിന്ന് ആരും പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നും തരത്തില്ല എന്ന് തന്നെ പറഞ്ഞ് പുച്ഛിക്കുന്ന ഒരു രീതിയിൽ. ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ തന്നില്ലെങ്കിൽ എനിക്ക് മേളിൽ പോകേണ്ട വരും. ഞാൻ ആരെങ്കിലും ആയിട്ട് മേളിലുള്ളവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് ഞാൻ ചെയ്തോളാം, ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിക്ക് വരെ മേളിലുള്ളവരുമായിട്ടല്ലേ ബന്ധം. നിങ്ങളുടെ വീട്ടിലെ വേലക്കാരി വരെ SP-യും IG-യും ഒക്കെ ആയിട്ട് ബന്ധമല്ലേ, DYSP ഒക്കെ ആയിട്ട് ബന്ധമുള്ളവരല്ലേ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്തു ആവാലോ, പണത്തിന്റെ പുറത്ത് എന്തു ആകാമെന്നൊരു വിചാരം ഉണ്ടല്ലോ ആയിക്കോ. പക്ഷേ മക്കൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിലെ 2 പേരാ പ്രതികള്. പിന്നെ ജനങ്ങൾ വെറുതെ വിടാനും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ വെറും പുച്ഛത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നല്ലത് പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങി പോകുന്നത്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷാട്ടോ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നാളെ രാവിലെ തന്നെ നമ്മൾ എപ്പിസോഡ് ഇടുന്നതായിരിക്കും. എന്നും രാവിലെ ഒരു 7:30 7:45 കൂടി നമ്മള് 7 മണി 7:15 കൂടി നമ്മള് ഫുൾ വിശേഷം ഇടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഒരു 8 മണി ആകുമ്പോഴത്തേക്കും 7:45 8 മണിക്കൊക്കെ ഇടയ്ക്ക് നമ്മള് നമ്മുടെ ചെമ്പനീർ പൂവും ഇടാറുണ്ട്. ജിൽ ചിനുവിലാണ് അത് ഇടുന്നത്. പിന്നെ നമ്മുടെ പത്തരമാറ്റ് നമ്മൾ ഇടാറുണ്ട്. അതുപോലെ കാറ്റത്തെക്കിൽ കൂടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഇടുന്നുണ്ട്. ഇതിനോടൊപ്പം നമ്മുടെ അലീനയുടെ ഫുൾ വിശേഷം രാവിലെയും, പ്രേമവിശേഷം വൈകിട്ടും, പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ഒരു ഉച്ചയ്ക്ക് ഒരു അപ്കമിങ് വിശേഷവും ചെയ്യുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഒന്ന് 3 മണിക്ക് ചെയ്തതാണ്. അപ്പൊ ഇന്ന് നമ്മൾ അപ്കമിങ് വിശേഷം ഇട്ടിട്ടില്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വിശേഷം ഇടാതിരുന്നത്. അപ്പൊ നാളെ മുതൽ അപ്കമിങ് വിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. പോകുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ.